ഓക്കെ, അപ്പൊ ഇൻവിസിബിൾ ആയ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തൊക്കെയാണ്? ഇൻവിസിബിൾ ആയ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തൊക്കെയാണ്? യൂണിവേഴ്സിറ്റിയിലോട്ടൊന്ന് പോകണം. പേപ്പറൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. ഇപ്പൊ എല്ലാം വാല്യൂഷൻ നടക്കുകയാണ്. എന്തെങ്കിലും ഉടായ്പ കാണിക്കാം. അല്ലാതെ ഇൻവിസിബിൾ ആയിട്ട് നമ്മൾ വേറെ എന്ത് കാണില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. ഓക്കെ, വേറെന്താ? ദയ. ഇൻവിസിബിൾ ആയ നമ്മൾ ഫുഡ് ഉണ്ടല്ലോ, പരിപാടി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ. ഏതൊക്കെ എന്താ എക്സ്പെൻസീവ് ബിരിയാണി പോലെയുള്ള സംഭവങ്ങളല്ല, എന്നാലും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ഈ കടലൊക്കെ ഉണ്ടല്ലോ, കടലിന്റെ ഉള്ളിൽ പോയിട്ട് മത്സ്യങ്ങൾ, അതായത് അവിടെ ശ്വസിക്കേണ്ട ആവശ്യം, ഇൻവിസിബിൾ ആയ ശ്വസിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പൊ അവിടെ കടലിന്റെ ഉള്ളിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. നീന്തൽ അറിയത്തില്ല, അതായത് ജീവിച്ചിരിക്കുമ്പോ എന്തായാലും പോവാൻ സാധ്യത. അപ്പൊ ഇൻവിസിബിൾ ആയി എന്താണ് അതിന്റെ ഉള്ളിൽ ഒന്നൊന്ന് പോയിട്ട് നോക്കിയിരുന്നത്. പിന്നീട് പറഞ്ഞാൽ വീട്ടിൽ പോണം. ഞാനിപ്പോ മാറി നിൽക്കുകയാണല്ലോ, അപ്പൊ വീട്ടിൽ വന്ന് ഇൻവിസിബിൾ ആയിട്ട് എന്തൊക്കെ എന്നെ കുറിച്ച് പറയുന്നു, അവരുടെ ഡിസ്കഷൻസ് എന്തൊക്കെയാണ് അതൊക്കെ നോക്കുന്നുണ്ട്. അത്ര കാര്യങ്ങള് ഫ്രണ്ട്സിന്റെ ഇടയിൽ എക്സാക്ട്ലി അവിടേക്ക് ഒന്ന് ഇൻവിസിബിൾ ആയിട്ട് പോയി നോക്കണമെന്നുണ്ട്. മാത്രമേ പറയുള്ളായിരിക്കും, എന്നാലും പോയി നോക്കണം. ഇൻവിസിബിൾ ആയാൽ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇൻവിസിബിൾ ആയിട്ട് എല്ലാരും ഇന്നത്തെ പോയിരുന്നവരുടെ ആവുന്നുണ്ടെങ്കിൽ നമ്മളാരും കാണില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ബാൻഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റ് മോദിജി സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് അറിയില്ല. നമ്മൾ ഇൻവിസിബിൾ ആയ നേരെ ആദ്യം നമ്മൾ നേരെ ഡൽഹി പോകുന്നു, മോദിജിയുടെ ഒപ്പം സഞ്ചരിക്കുന്നു. അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നല്ലതല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ആദ്യം ഉണ്ടാവും. ഒരു ദിവസമാണോ അതോ ഒരുപാട് ദിവസം സംഭവിക്കത്തില്ല, എന്നാലും ഒരു ആഗ്രഹം പറയുന്നത്. അല്ല, ആഗ്രഹം ദിവസിക്കാണോ അതോ ഒരുപാട് ഒറ്റ ദിവസിക്കാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒന്നും വേണ്ട, നമുക്ക് ഈ കേരളത്തിന്റെ സിഎം പറ്റിയ, അതുകൊണ്ട് തന്നെ സിഎമ്മിന്റെ കൂടെ നടക്കാൻ പറ്റില്ല. അപ്പൊ നേരെ സിഎമ്മിന്റെ അടുത്ത് പോകുന്നു, സിഎം എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നു, അറിയുന്നു. അങ്ങനെയൊക്കെയാണ് ചെറിയ ആഗ്രഹമാണ്, പറ്റാത്ത കാര്യങ്ങളല്ലേ. നമ്മൾ ലൈഫിൽ ഇൻവിസിബിൾ ആവണമെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ? എന്റെ പേഴ്സണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്റെ ഫാമിലി കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് വേൾഡ് മുഴുവൻ ചുറ്റി കാണണമെന്നാണ് ആഗ്രഹം. ആയിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലായിടും കാണാൻ പോണം. എക്സ്പെൻസ് കുറവാണല്ലേ? ആ രീതിയിലാണോ? കാര്യം എന്ന് വെച്ചാൽ പൈസ ടിക്കറ്റ് എടുക്കണ്ടല്ലോ, ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ അങ്ങനെയാണോ? ആ ഒരു ചിന്താഗതിയിലാണോ പറയുന്നത്? എക്സ്പെൻസ് കുറയ്ക്കാമെന്നാണോ? അല്ല, അങ്ങനെയില്ല. എനിക്ക് കുറച്ച് എല്ലായിടും പോണം, ഈ ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ വീട്ടിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും പക്ഷെ അതുപോലെ തന്നെ പൈസ ലാഭിക്കാൻ ലക്ഷ്യം കിട്ടിയില്ലേ? ഫുഡ് കഴിക്കാൻ പൈസ ഇടുന്നുള്ളൂ, അപ്പോ പൈസ എടുത്ത് കഴിക്കാൻ പറ്റില്ല. സ്ഥലങ്ങൾ കാണുന്ന ടിക്കറ്റ് എടുക്കില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ പൈസ ലാഭം കൂടെ നോക്കുന്നത്. ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല.